2 തോളൂര് അച്ചാറും ഇത് മതി. പിന്നെ ഒരു ആരാ വിളിച്ചു തന്നെ നന്നോടാ പോയി. എത്രയാടാ ഇതിനെത്രയാടാ റേറ്റ് വരുന്നത്? ഇതിന് സാധനം പ്രിന്റില്ലേട്ടാ. ആ ചേട്ടാ നോക്കി നോക്കിയേ. ഞാൻ ഈ ചേട്ടന് വേറൊരു സാധനം തരാം. ഈ അച്ചാറും തുറന്നു നോക്ക്. ഞാൻ ഇതല്ലേ ഇതേതാ ഞാൻ നാളെ അത്രയും കൊണ്ടുപോയി അച്ചാറ് ചേട്ടൻ അറിഞ്ഞൂടെ? ഇതേ ഈ അച്ചാറ് ചേട്ടൻ തുറന്നു നോക്കിയൊക്കെ. ഇതിനൊരു ഡേറ്റ് മറ്റേ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടോ മറ്റേ ചേട്ടൻ ഒന്ന് നോക്കി നോക്ക്. ഏതെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ആ അച്ചാറൊന്ന് ഇതാക്കിയിട്ട് ചേട്ടനൊരു അച്ചാറ് കഴിക്കും. അത് അല്ല ചേട്ടൻ കഴിച്ചു നോക്ക്. ഞാൻ കാര്യമായിട്ടാ പറയണേ. അല്ല ചേട്ടൻ കഴിച്ചു നോക്കിയോക്ക്. അതുമതി എവിടെയെങ്കിലും ഉണ്ടെന്ന് ചേട്ടൻ നോക്കി നോക്ക്. നമ്പർ ഉണ്ട്. നമ്പറിൽ ഇതിലും നമ്പർ ഉണ്ട്. ഇല്ല അതിന് വിലയുടെ അതിന് ഈ സാധനം വിൽക്കാൻ പാടുപോലെ ചേട്ടാ. ഞാൻ ചേട്ടനോട് അല്ല ചേട്ടനോട് ചോദിക്കല്ല. ഇത് ഒന്നും വേണ്ട. ഞാൻ അതൊന്നും പറയണില്ല. ഈ അച്ചാറില്ലേ, ഈ അച്ചാറൊന്നും ചേട്ടൊന്ന് പൊട്ടിച്ചൊന്ന് കഴിച്ചു നോക്കിയേ. ഞാനൊന്ന് കൊണ്ടുപോയിട്ടില്ലാന്ന് ചേട്ടനറിയാലോ. ചേട്ടനൊന്ന് കഴിച്ചു നോക്കിയോക്ക്. അതിൽ മറ്റേ മാനുഫാക്ചറിങ് ഡേറ്റ് ഏതെങ്കിലും ഉണ്ടോ? ഒന്ന് അല്ല ചേട്ടാ ഞാൻ അതല്ല ഞാൻ പറയണേ. അല്ല ഇപ്പൊ ചേട്ടന്റെ കുട്ടിയല്ല ഞാൻ പറയണെന്ന്. അല്ല പറയും. ഈ സാധനത്തിന്റെ കമ്പനിക്കാര് തിങ്കളാഴ്ച വരും. അപ്പൊ അവരടുത്ത് ഞാൻ പറഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് വരുമ്പോ അവരോട് നമ്മൾ പ്രിന്റ് വലിച്ചിട്ട് തരാൻ പറയാം. ഞാൻ ഇത് കൊണ്ടുപോയിട്ടുള്ളത് എനിക്കിത് ഈ സാധനത്തിന്മേൽ ഇതേ ഞാൻ ഇപ്പൊ ചേട്ടന് ഇപ്പൊ ഇതായിട്ടൊരു സാധനം കാണിച്ചു. ഞാൻ എപ്പോഴും MRP എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് ഇതില്. അതെ MRP എന്ന് പറഞ്ഞിട്ട് അയലത്തെ വീട്ടിലേക്ക് ഇതിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാധനം. അതെ MR എന്ന് പറഞ്ഞിട്ട് ഇല്ലില്ല. അത് അപ്പുറത്തെ MR എന്ന് മാത്രമല്ലോ. അല്ല ഞാൻ അത് വേണ്ട. അത് ചേട്ടാ അത് വിട്ടേക്ക്. അത് ഇന്നത്തെ ഞാൻ വിട്ടു. ഈ അച്ചാറൊന്ന് ചേട്ടൻ ഡാഷ് ചെയ്ത് നോക്കിയേ. അല്ല ഞാൻ ഈ നമ്പറിൽ ഞാൻ വിളിച്ചിട്ടില്ല എന്നാണോ? ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവര്. ഇത് സാധാരണ ഏത് പ്രോഡക്റ്റിനും ഏതെങ്കിലും അതെ അതുണ്ടായിരിക്കില്ലോ. ഞാൻ അത് വിളിച്ചേക്കാണ്ടത് ഒന്നും പറയുന്നില്ല. ഇത് ഈ നമ്പർ ഇത് കോൾ എടുക്കില്ലല്ലോ. അല്ല എനിക്ക് ഇതായിട്ട് പോൾസൈഡിന്റെ അടുത്ത് ഇതൊന്നുമല്ല. കാരണം ഇത് പറഞ്ഞിട്ട് ഇവര് കൊടുക്കുന്ന പ്രോഡക്റ്റ് അല്ലാണ്ട് പോൾസൈഡിന്റെ കടയല്ല. എന്നെ കൊണ്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞ ഇത് തിങ്കളാഴ്ച വരും. ആര് ഇവര് വരാ. അവര് പറയാ നാളെ മേലെ നമ്മൾ സാധനം ഇറക്കുമ്പോ നമുക്ക് ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവരെ തല്ലിലൂടെ ഞാൻ നിന്നിട്ടൊന്നുമില്ല. ഞാൻ അന്ന് കയറുന്നില്ല. പക്ഷെ ഇത് അവിടെ കൊണ്ടുപോയി വന്നപ്പോ ഇല്ലേ. കാരണം ഞാൻ അന്ന് ചേട്ടനറിയാം. കാരണം അടുത്ത് കിട്ടുവാണെന്ന് ചോദിച്ചു. വേണ്ട ചേട്ടാന്ന് പറഞ്ഞിട്ട് ഈ സാധനം ചേട്ടാ ഇതൊന്നും വേണ്ട. ചേട്ടാ ഒന്ന് വെറുതെ ഒന്ന് പൊട്ടിച്ചു നോക്കിക്ക്. അല്ല ചേട്ടാ ഇത് പറയില്ലല്ലോ. ഒന്ന് പൊട്ടിച്ചു നോക്കിക്ക്. അതെന്നല്ല ഇതൊന്ന് പൊട്ടിച്ചു നോക്കിക്ക്. ചിലപ്പോൾ അതിന്ന് വേറെ വീണതായിരിക്കും. ഇതിന്ന് പൊട്ടിച്ചു നോക്ക്. എന്നിട്ട് അത് വെറുതെ ഒന്ന് കയ്യിലാക്കി വെക്കുക. ആ ചാറിന്റെ കളറും നിറം ഒന്ന് ചേട്ടൊന്ന് കണ്ടോക്കി വെക്കുക. പറയണ നുണയാണോ പറയണ്ടേ? അല്ലാണ്ട് ഞാൻ അല്ല ഏട്ടാ ഞാൻ എന്തിനാ ഏട്ടനെ ഞാൻ കുറ്റം പറയണേ? അല്ല എന്തിനു ഞാൻ ഏട്ടനെ കുറ്റം പറയണേന്ന്? ഇതിന്റെ പോരായ്മകള് അവര് വരുമ്പോ അവരത് നമ്മൾ ചൂണ്ടിക്കാണിച്ച് വെറുതെ പറയാം. അല്ല ചേട്ടൻ അറിഞ്ഞാലല്ലേ. ചേട്ടൻ തുറന്ന് കാണിച്ചാലല്ലേ ചേട്ടൻ അറിയാൻ പറ്റുള്ളൂ. എനിക്കറിയാലോ നിനക്ക് അതല്ല ചേട്ടനല്ലേ വിൽക്കണം. അപ്പൊ ഇത് മാറ്റിയിട്ടുണ്ട്. കാരണം ഒരു ഡേറ്റ് വെക്കുകയാണെങ്കിലല്ലേ അത് മാറ്റേണ്ട സംഭവമുള്ളൂ. അത് എവിടെയെങ്കിലും മറ്റേ ഒരു പ്ലേറ്റിലേക്ക് കയ്യിലേക്ക് ഉണ്ട്. എന്നിട്ട് അതിന്റെ കളറ് ഇതൊന്നും നോക്കിയേ ചേട്ടൻ. നോക്കിയേ ഇനിയുണ്ട്. ഒന്ന് ചേട്ടൻ ഒന്ന് കയ്യിലേക്ക് ആക്കിയേ. എന്നിട്ട് അച്ചാറിന്റെ കളർ തന്നെയാണോ മറ്റേതാണോ നോക്കി നോക്കിയേ. ഇത് സ്ഥിരം നല്ല ചെലവുള്ള സാധനമാണ്. അപ്പൊ ഒരു ഡേറ്റ് ഉണ്ടായില്ല ചേട്ടാ ഏതൊരു സാധനത്തിനും. ഇനിയുണ്ട്. ചേട്ടനറിയില്ല ചേട്ടാ. അപ്പൊ വേറെ അച്ചാറ് കഴിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇത് എന്ന് വന്നിട്ടുള്ള ചേട്ടാ അതാ ഞാൻ പറഞ്ഞു. ഒരു പ്രൊഡക്റ്റ് ഇതാക്കുകയാണെങ്കിൽ ഈ സാധനത്തിന് മറ്റേ ഇത് ഇതാക്കിയുള്ള മാനുഫാക്ചറിംഗ് ഡേറ്റ് ഇല്ല എന്നാണോ ചേട്ടൻ പറയണേ? അല്ല ചേട്ടൻ ഇപ്പൊ പറഞ്ഞ ഞാൻ പറഞ്ഞേ. അല്ല ഉണ്ട്. പിന്നെ അത് ഇത്ര മാസം വേണം. ഇതും ഉണ്ടോ ചേട്ടൻ കാണിച്ചെന്നു? നിനക്ക് അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലായില്ല. എന്നെ കൊണ്ട് പ്രിന്റ് ഞാൻ ഇതായിട്ട് അവരെ മെയിൽ അയക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ ഇത് വക്കീലിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു അത് മെയിൽ അയക്കാൻ വേണ്ടിട്ട്. പിന്നെ അതായത് തെളിവ് വേണം. പോൾ ചേട്ടന് എനിക്ക് ഇതൊന്നുമില്ല. കാരണം ഏത് കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് ഇത്രയും സാധനം വാങ്ങിച്ചു കൊടുക്കുന്ന ചേട്ടന്റെ കടയിൽ കൊണ്ടുപോയി ചേട്ടന്റെ കടന്നല്ലേ. അല്ല ഇത് ഇത്രയും വാങ്ങിച്ചു
വാങ്ങിച്ചോണ്ടായി ചേട്ടൻ്റെ കടയെന്നല്ലേ? 8 വാങ്ങിച്ചോണ്ട് ചേട്ടൻ്റെ കടയെന്നല്ലേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അല്ലേ? എനിക്ക് ഇത്രയും മതി. ഇല്ലാണ്ട് ഇവര് ഒരു തെളിവില്ലാണ്ട് പറയാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് എന്നോട് വക്കീല് വീട്. പിന്നെ എന്റെ ചേട്ടാ ഈ സാധനത്തിൽ ഇതാക്കിയിട്ടില്ലേ, എവിടെയെങ്കിലും പ്രിന്റ് അടിച്ചിട്ട് വിൽക്കാൻ പറഞ്ഞോളോ. ഇത് രണ്ടും പറയാന്ന് അവര് വരുമ്പോ അവരുടെ നമ്മള് ഞാൻ ഈ പൈസയുടെ റേറ്റ് ഇതൊന്നല്ല. കാരണം ഇത് ഞാൻ ചെന്ന് നോക്കുമ്പില്ലേ ഒരു സാധനത്തിന് കാണാൻ ഇതില്ല. ചേട്ടത് എവിടെ വേണേ നോക്കിക്കോ. ആ അത് നോക്കിക്കോ കേട്ടോ. ഇല്ലെങ്കിൽ ചേട്ടന് കംപ്ലൈന്റ് കൊടുക്കേ. ഇത് ക്ലിയർ തന്നെയല്ലേ? ഇത് അല്ല, ഇത് സെയിം റേറ്റ് അല്ലല്ലോ. അല്ല കമ്പനി സെയിം ആണ്. അല്ല അത് ക്ലിയറും മറ്റേതല്ലേ? അതെ ഇത് കുപ്പി. ചേട്ടത് എവിടെ തപ്പിയിട്ടും റേറ്റ് ഇല്ലല്ലോ. അല്ല ഇല്ലല്ലോ. അല്ല ഇല്ലല്ലോ. അല്ല ഉണ്ടോ ഇല്ലേ? അത് പറഞ്ഞ പോലെ ചേട്ടാ. അല്ല എനിക്ക് മനസ്സിലായേ. അല്ല ഇതിലില്ലല്ലോ. അല്ല വേണ്ടാന്ന്. അല്ല ഇതിലില്ലല്ലോ. അത് ഞാൻ കണ്ടില്ല. ഇല്ലല്ലോ. ഞാൻ പറഞ്ഞോണ്ടല്ലോ. നമുക്ക് അത്രേ വേണ്ട കേട്ടോ. കമ്പനിക്കാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞ് ചെയ്യിക്കാം. അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. ഇല്ലില്ല, ഞാൻ സൈഡില് ഒരു ഇത് പറഞ്ഞിട്ട് ഇതിലുണ്ട്, ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ചേട്ടന് MFG ഡേറ്റ് അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിൽ കാണാണ്ട. ഇല്ലില്ല അല്ലേ? അപ്പൊ അത് അവര് ചെയ്യണത് തന്നെയല്ലേ? ഞാൻ ഒരു ഗൂഗിളിൽ തപ്പി ഇതൊക്കെയാ നമ്മള് അവരെ കൊണ്ട് പറഞ്ഞു പ്രിന്റില് നമ്മൾ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് വിൽക്കണ്ടെന്ന് നോക്കിയാലോ. അത് ഞാൻ പറഞ്ഞ ഇതിപ്പോ ഞാൻ ഇത് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഇതായിട്ട് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക. നിനക്ക് കാശ് വേണോ കാശ് വേണ്ട. അല്ല ചേട്ടനിപ്പോ കാര്യം മനസ്സിലായ? അല്ല അതല്ല വേണ്ട, ആ വിളിച്ചിനാട്ടിക്കോ. അല്ല ചേട്ടനിപ്പോ കാര്യം മനസ്സിലായില്ലേ? അതിന് ഇതിന്റെ ആവശ്യമില്ലാന്ന് നമുക്ക് നോക്കിയേക്കാം. അല്ല ഏട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സാധനം എന്ന് പറയുകയാണെങ്കിൽ ഇത് പ്രിന്റ് ഇല്ല, മറ്റേതില്ലാണ്ട് ഇത് വരെ സപ്ലൈ ചെയ്യണം. ഇത് വന്നിട്ട് എന്തായാലും ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഇപ്പൊ വീഡിയോ ഉണ്ട്. ഇത് എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ട് എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ചെയ്ത്. ഇതെന്താന്ന് അറിയില്ല. കാരണം ഇതെന്താ ചെയ്യാ? കാരണം ഈ അച്ചാർ കഴിച്ചു. ചേട്ടന് ഇത് പറഞ്ഞൂടെ? എനിക്ക് അതിന്റെ ഒന്നും വേണ്ട. അപ്പൊ അച്ചാറിന്റെ ഒരു കളർ എന്തൊക്കെ സൂപ്പറാന്ന് പറയണേ ചേട്ടൻ. അല്ല എനിക്ക് ഇതിന്ന് ഒരു അച്ചാറ് ഇതെന്തായാലും ഇത് വേണ്ട. ഇത് തന്നെയല്ലേ ഈ അച്ചാർ തന്നെയല്ലേ കൊണ്ടുപോയിട്ടില്ല ഞാൻ? അല്ലേ ഉറപ്പല്ലേ? ഞാൻ ഇത് ഇത്രയും മതി. അല്ല സാമ്പിൾ എന്തായാലും കൊടുക്കണ്ട ചേട്ടാ. അതിന് ഇതിന്റെ പൈസ പറഞ്ഞു ഞാൻ ഇതായിട്ട് എന്തായാലും തരാം. വെളിച്ചെണ്ണയുടെ ഒരു വട്ടം തന്നിട്ട് പോയതാ. ഒരു പാക്കറ്റ് ചേട്ടാ അവിടെ എടുത്ത് വെച്ചു. വേണ്ട, വെളിച്ചെണ്ണ തന്നോളാം ഞാൻ പറഞ്ഞില്ലേ. കാരണം അത് കാണിച്ചോണ്ടാൻ വേണ്ടിട്ടാ ഞാൻ പറഞ്ഞത്. ഇല്ലില്ല, അത് ഞാൻ അച്ചാറ് ഞാൻ ഇവിടുന്ന് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ കൊടുന്ന ഒരു സാധനം എടുത്തിട്ടുള്ളൂ. അത് വേണ്ട വേണ്ട, എനിക്ക് എന്തായാലും തെളിവ് വേണ്ട. അല്ല അറിയാൻ വേണ്ടായിരുന്നു ഉള്ളു. ഞാൻ ഒരു ഇപ്പൊ ഇവിടുന്ന് സിഗരറ്റ് അല്ലേ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലേ പോൾസേട്ടാ? ഈ സാധനം എന്തൊക്കെ കഴിയുമ്പോ അല്ല ഇത് വാങ്ങുമ്പോ ചേട്ടൻ നോക്കി വാങ്ങിച്ചിട്ടും ചേട്ടനെ പുലുവാലേ. അല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ചേട്ടന് മനസ്സിലായില്ലേ? ഞാൻ ഇപ്പൊ വാങ്ങിച്ചു കൊടുത്തതിന് ചേട്ടാ വില കൂടുതലാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ സാധനത്തിൽ എന്തെങ്കിലും കാണണ്ടേ? പക്ഷെ അത് പെടുകാരാന്നറിയോ ചേട്ടനാ? ഒന്നാമത് തന്നെ 10 രൂപയുടെ മുകളിൽ എന്തായാലും ബില്ലടിച്ചിട്ട് കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. കാരണം ഈ സാധനം വരുമ്പോ ചേട്ടനെ പെടുകയാണ് ചേട്ടാ. അതല്ല ഞാൻ പറഞ്ഞ, അതല്ല ഇതായിട്ട് കൊടുക്കുമ്പില്ലേ ചേട്ടാ ഇത് ചെയ്തോന്ന് ചോദിക്കുമോന്ന്. കാരണം ഞാൻ ഇത് പറഞ്ഞിട്ട് എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന്. കാരണം ഇതായിട്ട് കൊടുത്തിട്ടുണ്ടോന്ന്. അല്ലാണ്ട് ഞാൻ ചേട്ടനോട് മോശമായിട്ടല്ലോ പറഞ്ഞ്. ഞാൻ ഇത് അച്ചാറ് ഓക്കെ ഏട്ടാ ശരി. അപ്പൊ